സ്കൂൾ തുറക്കാറായതുകൊണ്ട് മോളെ ഹെയർ ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണ് കേട്ടോ. ഞാൻ സാധാരണ തലമുടി വെട്ടാറ് എന്നാണ് പറയുന്നത്. പിന്നെ ഈ വീഡിയോയ്ക്ക് ആയതുകൊണ്ട് നമ്മൾ കുറച്ച് സ്റ്റാൻഡേർഡ് കാണിച്ച് ഹെയർ കട്ടിങ് എന്ന് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് അവിടെ നിൽക്കുന്ന ചേച്ചിയൊന്നുമല്ല കേട്ടോ, എന്നെക്കാട്ടി ഇളയ ആളാണ്. എന്നാലും ഇപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് ചേച്ചി എന്ന സംബോധന ചെയ്യാം. അങ്ങനെ ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇതേപോലെ ഒരു വീഡിയോ എടുക്കുന്നുണ്ട്, കുഴപ്പമുണ്ടോ വീഡിയോയിൽ ഫേസ് കാണിച്ചാലെന്ന് ചോദിച്ചു. അപ്പോൾ ആദ്യം വേണ്ടെന്ന് പറഞ്ഞെങ്കിൽ ഈ ചിരിക്കുന്നത് എന്തിനാണെന്നറിയുമോ, എന്നെ വൈറലാക്കുമെന്ന് ചോദിച്ചിട്ടാണ് ആ ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കങ്ങനെ അധികം ഫോളോവേഴ്സ് ഒന്നുമില്ല, കുറച്ച് പേരേ ഉള്ളൂ എന്ന് പറഞ്ഞു. എന്തായാലും ചേച്ചി ആദ്യം പറ്റില്ലെന്ന് പറഞ്ഞെങ്കിൽ പിന്നെ സമ്മതിച്ചു കേട്ടോ. ഈ വീഡിയോയിൽ എന്നെ നിൽക്കുന്ന കണ്ടപ്പോൾ മറ്റേ കണ്ണ് വയ്ക്കാതിരിക്കാൻ വേണ്ടി എന്നെ പിടിച്ച് നിർത്തിയതുപോലെ തോന്നി കേട്ടോ. എനിക്ക് എന്നെ തന്നെ കണ്ടിട്ട് പിടിച്ചില്ല, എടുത്ത് കിണറ്റിലിട്ടാലോ എന്ന് ഞാൻ എന്നെ തന്നെ നോക്കിയിട്ട് തോന്നിപ്പോയ നിമിഷങ്ങളാണ്. എന്തായാലും അവിടെ അടിപൊളിയായിട്ട് നമ്മുടെ ഹെയറൊക്കെ നല്ല വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ദൈവമേ, ഞാൻ ഇംഗ്ലീഷൊക്കെ പറഞ്ഞു തുടങ്ങി, എനിക്ക് ചിരിയും വരുന്നു കേട്ടോ. ഞാൻ ഇങ്ങനെ സാധാരണ പറയാറില്ല. നമ്മൾ സാധാരണ സുരാജ് വെഞ്ഞാറ് മോഡില്ലേ, അവരുടെ സംസാരമാണ് എന്തിരി മക്കളെ പൊന്നെ എന്നൊക്കെ വിളിക്കുന്ന സംസാര രീതിയാണ് കേട്ടോ. വീഡിയോയ്ക്ക് വേണ്ടി കുറച്ചുകൂടി സംസാരം ഒന്ന് മാറ്റി പിടിക്കുന്നതാണ്. ഇത് ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മുടെ തലമുടി ഉണക്കുന്ന സംഭവമില്ലേ ഇത്. അവളെൻ്റെ അടുത്ത് ചോദിക്കുകയും ചെയ്തു, അപ്പം നമുക്കിതുപോലത്തുള്ള ഒരെണ്ണം നമുക്ക് വീട്ടിലോട്ട് വാങ്ങിച്ചാലോ എന്ന്. ഞാൻ ഓർഡർ ചെയ്യുമെന്ന് പറഞ്ഞ് ഓട്ടിച്ച് വിട്ടു. അങ്ങനെ ഇവിടെ അടിപൊളിയായിട്ട് തലമുടിയൊക്കെ ഉണക്കിയിട്ട് വേണം ഇനി തലമുടി വെട്ടാൻ. തലമുടി എന്ന് കണ്ടില്ലേ, നമ്മൾ സാധാരണ ഭാഷകളൊക്കെ കടന്നു വരുന്നുണ്ട്. എന്നെ ഈ വീഡിയോയിൽ കണ്ടിട്ട് എനിക്കേ പിടിക്കുന്നില്ല കേട്ടോ. ഫിൽറ്റർ ഉപയോഗിച്ചിട്ടില്ല ഇപ്രാവശ്യം വീഡിയോ എടുത്തപ്പോൾ. ഞാൻ സാധാരണ ഇൻസ്റ്റയിലൊന്നാണ് വീഡിയോ എടുക്കാറ്. അപ്പോൾ അതിലൊന്ന് വീഡിയോ എടുത്ത് ഡൗൺലോഡായി സമയം കിട്ടത്തില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ അത് ഒഴിവാക്കി ഞാൻ സാധാ ക്യാമറയിലാക്കിയതാണ്. എന്തായാലും എനിക്ക് പിടിച്ചില്ല. എന്നാലും എൻ്റെ ഫേസും കൂടി ഇടയ്ക്ക് കിടക്കട്ടെ, വീഡിയോയ്ക്ക് കണ്ണ് കിട്ടണ്ട. അങ്ങനെ അതിൻ്റെ ഇടയിൽ മോളെ തലമുടി വെട്ടാനുള്ള ആളെത്തി. എൻ്റെ വീഡിയോ എനിക്ക് ഏതെങ്കിലുമൊക്കെ ആംഗിളിൽ വെച്ച് ഇനി എൻ്റെ ഫേസ് കുറച്ചുകൂടി കാണാൻ കൊള്ളാമെങ്കിലോ എന്ന് കരുതിയാണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി മറിച്ചുമൊക്കെ എടുക്കുന്നത് കേട്ടോ. ഇവിടെ ഹെയർ കട്ടിങ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ട്. അയ്യോ, അവളെ മുഖമൊക്കെ ഇപ്പോൾ ഒരു പോക്ക് പോവും, ഇത്രയും കയറ്റിയാണോ എന്നൊക്കെ വിചാരിച്ച്. എന്തായാലും എൻ്റെ നെഞ്ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും വലിയ മെച്ചം ഇല്ലെങ്കിൽ എൻ്റെ ചേട്ടൻ എന്നെ ഏറി കയറ്റുമായിരുന്നു. എന്തായാലും വേറെ വലിയ പ്രശ്നമൊന്നുമില്ല, സൂപ്പറായിരുന്നു കേട്ടോ. ഈ ബ്യൂട്ടി പാർലർ കട്ടക്കോടാണ് കേട്ടോ. പേര് ദർശന എന്നാണ് ബ്യൂട്ടി പാർലറിൻ്റെ പേര്. അടിപൊളിയാണ് കേട്ടോ, നല്ല സർവീസ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ ഇടയ്ക്ക് പിരിയൊക്കെ എടുക്കാൻ പോകുന്നത് ഇവിടെ ആയിരുന്നു. എന്തായാലും അവൾക്ക് കണ്ടില്ല വെട്ടിയിട്ട് ആദ്യം അവൾക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, മുഖമൊക്കെ പോകണം. പിന്നെ ആയപ്പം എന്തോ അവൾക്കും അതങ്ങ് ഇഷ്ടപ്പെട്ട് തുടങ്ങി കേട്ടോ. കുറച്ചുകൂടിയൊക്കെ അവരും ഞാൻ പറഞ്ഞ അവളെ മുഖത്തേക്ക് ചേരുന്ന രീതിയിലൊക്കെ എന്തെങ്കിലും എനിക്കങ്ങനെ പറഞ്ഞു തരാനൊന്നും അറിയത്തില്ല, നിങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ സെറ്റാക്കിക്കോളാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ തലമുടി ഉണങ്ങിയൊക്കെ വന്നപ്പോൾ പിന്നെ ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ അങ്ങോട്ട് പോയി നില്ല, അവിടെ നല്ല ഇതുണ്ട്, ഫോട്ടോയൊക്കെ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് ഓടിച്ച് വിട്ടപ്പോൾ അവിടെ ഭയങ്കര ഇരുട്ട്. എനിക്ക് പിന്നെ അവിടെ നിന്ന് ഇപ്പുറത്തോട്ട് സൈഡാക്കി. അവിടെ നല്ല എന്തോന്ന് പറയാം, കുറച്ചുകൂടി വീഡിയോക്കൊക്കെ കുറച്ചുകൂടി നല്ല ക്ലാരിറ്റിയും വെളിച്ചവും വെട്ടമൊക്കെ ഉണ്ടായിരുന്നു. കണ്ട, ഇതാണ് അവളുടെ ലുക്ക്. എങ്ങനെയുണ്ട്, കൊള്ളാമോ? പിന്നെ അവൾ ഈ തലമുടി വെട്ടിയത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിലൊരു ചെറിയ ചാഞ്ചാട്ടം. ഞാൻ ജസ്റ്റ് പിരിയെടുക്കണമെന്ന് വിചാരിച്ചു തന്നെയാണ് കേട്ടോ ഇവിടെ വന്നത്. തലമുടി വെട്ടണോ എന്നുള്ള ആ ഒരു കൺഫ്യൂഷന് പുറത്തൊക്കെ ഞാൻ ഒന്ന് പറഞ്ഞതും അവിടുത്തെ ആ ചേച്ചി എന്നെ പിടിച്ചിരുത്തി. നീ അവിടെ ഇരിയടി, നീയും കൂടി ചെയ്യ്, നല്ല ഭംഗിയായിരിക്കും, ഇത് എന്തോന്ന് കോലമൊന്നും പറഞ്ഞ് ആ ചേച്ചി പിന്നെ എന്നെ അങ്ങോട്ട് നിർബന്ധിച്ചത് കൊണ്ട് മാത്രം ഞാൻ ചെയ്തതാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ചെയ്യത്തേ ഇല്ലായിരുന്നു എന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ. ഇതെൻ്റെ ഒരു സ്വപ്നമായിരുന്നു, നടക്കുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. എന്തായാലും ഒരുവിധമൊക്കെ നടന്നു. നല്ല വാഷൊക്കെ ചെയ്തു കേട്ടോ. വാഷ് ചെയ്തിട്ട് ഇപ്പോൾ എനിക്ക് ഉണക്കി തരാണ്. ഞാൻ വാഷ് ചെയ്തപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു, നിൻ്റെ തലമുടി സ്ട്രെയിറ്റ് ചെയ്തതുപോലെ തരാമെന്ന് പറഞ്ഞു കേട്ടോ. അതിന് എൻ്റെ നിന്ന് പൈസ ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ. എന്നെ ഇഷ്ടപ്പെട്ടു പോയി എന്ന് തോന്നുന്നു ആ ചേച്ചി കേൾക്കണ്ട. എന്തായാലും ഇതാണ് ഫൈനൽ ലുക്ക്, കണ്ടില്ലേ? ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ മുടി ഇങ്ങനെ സ്ട്രെയിറ്റ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ മുടി മാത്രം നോക്കിയാൽ മതി, എൻ്റെ മോന്ത നോക്കണ്ട. അതിന് വലിയ മാറ്റമൊന്നുമില്ല, പക്ഷേ മാറ്റം ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പിരിയോ എടുത്ത് എനിക്ക് അത്യാവശ്യം മുഖത്ത് ഹെയറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ എനിക്ക് എന്തോന്ന് അത് റിമൂവ് ആക്കി തന്നു. പക്ഷേ എനിക്ക് അബദ്ധം പറ്റി കേട്ടോ. ആ ലുക്ക് അപ്പോഴും അവിടെ വെച്ച് വീഡിയോ എടുക്കേണ്ടായിരുന്നു കേട്ടോ, നടന്നില്ല. അതിനുശേഷം വീട്ടിൽ വന്നിട്ട് അന്നും എടുത്തല്ല കേട്ടോ, അതിൻ്റെ പിറ്റേന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. എനിക്ക് മുടി സ്ട്രെയിറ്റ് ചെയ്ത് തന്നല്ല കേട്ടോ, അയൺ ചെയ്ത് തന്നെയാണ് കേട്ടോ. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു ദിവസം അങ്ങനെ ആ തലമുടി ഒന്നും എനിക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയല്ലോ. പിന്നെ ഇപ്പോഴും ഫിൽറ്റർ ഉപയോഗിച്ചിട്ടില്ല. കൊള്ളാമെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ബൈ. എല്ലാവരും സബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം.